അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റത്തിന് മോളൊക്കെ വന്നിക്കണേ ഇഷ്ടല്ല സത്യം പറയും അടിപൊളി ഐറ്റംസ് മാളുതാ ശരിക്കും. ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊന്നും ഇപ്പൊന്നും ഇല്ലട്ടോ, ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നല്ലൊരു നൊസ്റ്റാൾജിക് ഫുഡാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പാലിനും കൂടിയിട്ട് പൊന്നും ഭാവയും കൂടി പോയിക്കണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടോളി, പോയോക്കട്ടെ. അപ്പോൾ അടുക്കളയിൽ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, നല്ല രസമുണ്ടാവും. പിന്നെ ആദ്യമായിട്ട് കാണുമല്ലോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റക്കായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഭാവമുണ്ടാകുമ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ലേ. മോനുവിന് ഇന്നേ എന്ത് കടി ഉണ്ടാക്കണം പറ്റണിയാ. നമ്മൾ അരിമണി ഇറക്കുമ്പോന്ന് പറഞ്ഞ അപ്പൊ അരിമണി ഇറക്കണ്ടാ. ഒരു നായി എടുത്തക്കണേ, ഒരു നായി നന്നായി നടത്തി കൊടുക്കുക. അപ്പൊ ഇതാണ് വറുക്കൽ കഴിഞ്ഞു അല്ലേ. ഇനി ഒരാളുണ്ട് പാല് വാങ്ങാൻ പോയിട്ട് ചായ ഉണ്ടാക്കാന്, അത് വരാൻ കാത്തിക്കണം കേട്ടാ. ഈ അരി ഇങ്ങനെ വെച്ച് കണ്ടിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇവർക്കൊന്നും എല്ലാവർക്കും ഇത് പറ്റൂല, അപ്പൊ പിന്നെ ഉണ്ടാക്കലില്ല ഞാൻ. ഇന്ന് മോന് പറയും നമ്മള് അരിമണി ചായയിലിട്ട് കുടിച്ചതെന്ന്. അപ്പൊ ഇനി മോന്റെ ആഗ്രഹമല്ലേ. അപ്പൊ മോനു ഇന്ന് വന്നാട്ടാ. ഇന്ന് രാവിലെ ഓഫാക്കി, ഞാൻ ഗ്യാസ് ഓഫാക്ക്. ഞാന് ഇപ്പൊ കൊണ്ടുവരാൻ പോവാറുണ്ടായിരുന്നു. ഉസ്താദ് എടരിക്കോട് ഉസ്താദ് ഒരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഓനെ ഇന്ന് ലീവായിരുന്നു, അവനക്ക് ചെളരിയിലല്ല. അപ്പോൾ ഇന്ന് മമ്മാലിപ്പടിക്ക് ഓനെ ഇറക്കി കൊടുത്ത്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്ത് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു ലോഡ് ഉണ്ടായിരുന്നു, അപ്പോൾ എടുത്തുക്കാണ് ഞാൻ ഓനെ പോയി കൊടുന്നോളാ പറഞ്ഞപ്പോൾ ഓൻ എന്ത് ചെയ്തറിയോ, നേരെ ആ മമ്മാലിപ്പടിയിൽ നിന്ന് നടന്ന് 2 കിലോമീറ്ററിൻ്റെ മേലുണ്ടാവും, 2 കിലോമീറ്ററിൻ്റെ മേലുണ്ടാവും. നേരെ നടന്ന് നേരെ വീട്ടിലെത്തി. ബെല്ലിങ്ങനെ അടിക്കണം. ഞാൻ ആരെങ്കിലും ആണെച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ ഇവ ഇങ്ങനെ മുന്നിലിരിക്കണം. ഞാൻ ആകെ അന്തം വിട്ട് നടന്ന് എത്ര ദൂരം നടന്നുകളെന്ന് വെച്ചിട്ടാ 2 കിലോമീറ്ററിലേറെ ഉണ്ട്. മമ്മാലിപ്പടിക്കുന്നുണ്ട് എങ്ങനെയാലും 3 കിലോമീറ്റർ എങ്ങനെയാലും ഉണ്ടാവും. അത്രയും നടന്നിട്ട് ആൾ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പം എന്താ ഞാൻ അങ്ങനെ ഇപ്പം വിരിച്ചിട്ട് നടന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു തന്നെ. അപ്പോൾ പാലിന് പൊന്നൂനായിട്ട് പോയതാട്ടാ. ഞങ്ങൾ ഉണ്ടാവുള്ളൂ ഇതാ പൊന്നൂനായിട്ട് പോയതാണ്. പൊന്നു ഞാനും പൊന്നുണ്ടായിരുന്നു കുറേ നേരം ഇങ്ങനെ പോയിട്ട്. എന്താണെന്നറിയില്ല, പൊന്നു പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് അല്ലേ വിടൂല. അള്ളാഹു സത്യം ഞാൻ വൈകൂല. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റത്തിന് മോളൊക്കെ വന്നിക്കണേ അരിമണി ചായ കുടിക്കാന്. അല്ല എനിക്ക് ഇഷ്ടല്ല സത്യം പറയും. അരിമണി ചായ ഇഷ്ടം ഉണ്ടാ. പാല് കാരണം ചായ എടുക്കാൻ പോണത് അല്ലേ. ചായ മണിയോട് വർത്തിച്ചിക്കണം. എങ്ങനെ നോക്കാം, ചൂടുണ്ടാവും, കെയർഫുൾ. പാലുണ്ടാക്കാൻ പോയതേനെ നിങ്ങൾ പാലുണ്ടാക്കാൻ പോയതേനെ എത്ര നേരമായി പോയിട്ട്. പിന്നെ ഇപ്പൊ ഗുളിക പകുതി അങ്ങനെ ഇവിടെ പോകുമ്പോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ മാങ്ങ, പിന്നെ ഞങ്ങള് വേറെ സംഭവത്തിന് വേറെ വന്ന് പൊരിക്കടി. അങ്ങനെ അല്ല പൊരിക്കടി കാലിയാണ്. എന്നാ കുടിക്കല്ലേ തിളച്ചില്ലല്ലോ, ഇപ്പൊ തിളക്കും. അപ്പൊ തേങ്ങ അരിമണിക്കുള്ള തേങ്ങ പൊട്ടിക്കാന്. ഈ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ ഓടി വന്നീന്ന് ഓർമ്മ. അവര് കള്ളം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ലല്ല ഒരു തുള്ളി വെള്ളാക്കി കൊടുത്താ ഇതണ്ട എത്ര എണ്ണാണ് ഭരിക്കണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി വരുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യും. അതെ, അതിനുള്ള മുതലേലുള്ളൂ. ഞാൻ നാളെ കൊടുത്തിട്ട് കുറെ വെള്ളം ഞാൻ നാളെ കൊടുത്തതിന് കുറെ. അല്ല അല്ല പക്ഷെ വേറെ കാര്യം പിന്നെ ഓർമ്മാക്കാൻ വേണ്ടി ഓർമ്മാക്കിയിട്ടില്ല. ഇപ്പൊ കൊറേ കാലയില് തേങ്ങനെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു കേൾക്കണില്ല.
ഇങ്ങോട്ടൊക്കെ ഇപ്പൊ കൊറേ തേങ്ങ കൊണ്ടുവരാറിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഞാൻ ബൈക്കെടുത്ത് വരേണ്ടി വരും. കേൾക്കണില്ല. അപ്പൊ വേറെ സംഭവം ചെന്നോട് പച്ച ലഡു വന്നിട്ടുണ്ട്. നമ്മളെ UDF-ന്റെ കേരളം തൂത്തുവാരിന്റെ വകയില് തിന്ന് കഴിഞ്ഞിക്കണേ. ഇതാ ഇവരൊക്കെ ഇപ്പൊ തിന്നുള്ളൂ. കേരളം പച്ച പൊതിച്ചില്ലേ. അതെ, കേരളം മലപ്പുറം ജില്ല. മോളുടെ എത്ര തിന്നേ? തിന്നാ? ആ, രണ്ടെണ്ണം തിന്നാ? പടച്ച തമ്പുരാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് തേങ്ങയൊക്കെ ചെണ്ടാൻ പോകുന്നത്. ഏയ് ചായ നല്ല തിളച്ച് വരുന്നത് കേട്ടാ. തേങ്ങ ഇത് കുറെ ഉണങ്ങിയ തേങ്ങ അല്ലേ കിടന്നുകണ്ട്? ഏതോ തേങ്ങ? നമ്മളെ തേങ്ങ പറ്റേ ഉണങ്ങിട്ടൊന്നുമില്ല. ഐറ്റംസ് മാളുതാ ചായ ശരിക്ക് ഒരു മിനിറ്റ്. ശരിക്കും ഈ കട്ടൻ ചായ വേണ്ടല്ലേ? ശരിക്കും കട്ടൻ ചായ. നമ്മള് പണ്ട് കട്ടൻ ചായയിലല്ലേ. അതെ, പണ്ട് പാലും ചെയ്യുന്നല്ലോ. പാലിടുന്ന പാൽച്ചായ ഉണ്ടാക്കി. എനിക്ക് പാലിലാണ് ഇഷ്ടട്ടാ. അവല് അതുപോലെ ഇതുപോലെ എന്താണ് അരിമണിയൊക്കെ ഇഷ്ടം. എനിക്ക് ആവശ്യമുള്ള പാത്രത്തോളി. കട്ടൻ ചായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മോൾട്ടിയൊക്കെ പാൽച്ചായ ഇഷ്ടം. ഇഷ്ടല്ലേ? ശരിക്കും രസം ഏതാണ്? അത് ഇഷ്ടമുള്ള ഓല് എടുത്തോട്ടെ. നോ പ്രോബ്ലം. ടേക്ക് യുവർ ടേക്ക്. നോ പ്രോബ്ലം. സ്പൂണിൻ്റെ അവിടെ സ്പൂണ് കയ്യിൽ ഇതിനാണ്. ഇത് കയ്യിൽ കൊള്ളൂല. കൊള്ളുവാ? ഓക്കെ. അവിടുത്തെ അപ്പോ കൂടിപ്പോയാ ചെല്ലോ. തേങ്ങ ഇട്ടോ? തേങ്ങ അല്ല, മാളം ഇതിലൊടിച്ചേ. ഇതിലൊടിച്ചേ. അല്ല, തേങ്ങ രസം. ഓക്കെ, എങ്ങനെയുണ്ട് പൊന്നോ മോനോ? സൂപ്പറാ, അടിപൊളിയല്ലേ? അപ്പൊ കാലങ്ങളായിട്ട് ഒരുവിധ ആൾക്കാരൊന്നും ഈ അരിമണിയും തേങ്ങ ഇട്ടുകാണ്ട് കുടിക്കൽ ഉണ്ടാവില്ല എന്റെ അറിവ്. എന്റെ അപ്പൊ ഇനി ഒന്ന് ട്രൈ ചെയ്തോണ്ട് ആവശ്യമുള്ളവരൊക്കെ ഇല്ല മോളോ? കൂടുതലും ആളുകൾ പൊരിക്കടേറ്റും വേറെല്ലായിട്ടൊക്കെ പോകണേ. ഇത് അപൂർവം ആൾക്കാരുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. എങ്ങനെ പൊന്നൂന് ഇഷ്ടപ്പെട്ടില്ല? തേങ്ങട്ട് നല്ല രസമില്ല മോൾട്ടെ? അപ്പം മാളൂന് അല്ല ഈ അരിമണി തേങ്ങയും കുടിക്കുന്നതിനെ കുറിച്ച് പണ്ടത്തെ എന്തെങ്കിലും ഓർമ്മകൾ ഇല്ലല്ലേ? അപ്പോ കുടിച്ചല്ലേ? അതായത് അവലും ഈ അരിമണി ചായ എന്ന് പറഞ്ഞാല് എന്റെയൊക്കെ ചെറുപ്പത്തില് UP സ്കൂളിൽ നിന്ന് സ്കൂള് വിട്ട് വൈകുന്നേരം വരുമ്പോ നമ്മളെ വീട്ടിലൊക്കെ ഞാന് അനിയന് ചെറിയ പെങ്ങളൊക്കെ വീട്ടിലേക്ക് വരുമ്പോ എന്റെ വലിയ പെങ്ങളുണ്ട്, അവരാണ് കൂടുതൽ ഇതുണ്ടാക്കി. ഞങ്ങൾക്ക് അവിടെ സ്കൂളിട്ട് വരുമ്പോ അത് ക്ലാസ്സിൽ ഒഴിച്ച് ചായ ഒഴിച്ച് റെഡിയാക്കി പെങ്ങൾ വെച്ചെന്നുണ്ടാവും വലിയ താത്ത. കാരണം ഉമ്മ പണിക്ക് പോയിട്ടുണ്ടാവും. കാരണം ഉമ്മ പണിക്ക് പോയി വരുമ്പോൾ അതിനേക്കാളും പോയിക്കും. ഞങ്ങൾ സ്കൂളിൽ തന്നെ ഉമ്മ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ വലിയ പെങ്ങളാണ് ഈ അരിമണി ചായ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടാണ് ഓർമ്മ പോവുക. അത് മറക്കാൻ പറ്റൂല. ഉണ്ടാക്കണേ ഞങ്ങൾക്ക് ഈ കുയ്യിലപ്പം നെയ്യപ്പം ഇതൊക്കെ ഈ അരിമണി അതൊന്നും കിട്ടൂലായിരുന്നു. കാരണം ഉപ്പല്ല ജ്യേഷ്ഠന്മാർ ആരുമില്ല. ഞങ്ങളിങ്ങനെ ഉമ്മ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതാണ് കിട്ടിയിരുന്നത്, ഈ അരിമണിയും ചായയും. അതുപോലെ മത്തിയായിട്ട് ഒരു കറി വെച്ചാൽ അത് 2-3 ദിവസം നേരം കഴിക്കണം. അതായത് ഉച്ചക്ക്, രാത്രി, പിറ്റേന്ന് ഉച്ചക്ക് ഒക്കെ ഒറ്റ കറി. വേറെ മീൻ പൊരിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ വലുതായതിനു ശേഷം അറിയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വന്ന് നിങ്ങൾക്കൊക്കെ കാണുന്നവർക്കൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, പൊന്നു പറയണേട്ടാ, ഇത് തെർമോകോളിന്റെ മൈക്കുണ്ട്. പൊന്നു ഇപ്പടുത്തൊന്നും കുടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അടുത്ത് നമ്മൾ നൽകിയിട്ടില്ല കുടിച്ചാലും. ഞാൻ ഉണ്ടാക്കി കുടിച്ചിരുന്ന
ഞാൻ ഉണ്ടാക്കിയോ അടുത്തുണ്ടാക്കിയല്ലോ. ഞാൻ മധുരം ഇടാത്തോണ്ട് ഇതിന്റെ രസമില്ല. മധുരം ഇട്ടോളത്തെ നല്ല രസം ഉണ്ടാവും. ഇഞ്ചി മരം കുറവാണ്. ഞാൻ മധുരം ഇട്ടില്ല. അപ്പൊ ആ ചളി പുരണ്ടെങ്ങാണ്ട് UP സ്കൂളിൽ നിന്ന് വന്നെങ്ങാണ്ട് ആ അരിമണിയും ചായ കുടിച്ചിരുന്നത് ഒന്നും മറക്കാൻ പറ്റൂല. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. പിന്നെ വേറെന്താ? അപ്പൊ തന്നെ മോനെ വന്നിട്ട് സ്പെഷ്യൽ അരിമണിയും ചായയാണ്. അതൊക്കെ ഇന്നത്തെ വീഡിയോ. ഇത് മതിയായിരുന്നേ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഉപ്പുമാവും ചട്നി ഉണ്ടാക്കി തരാൻ പറ്റണില്ല. ഓ വേണമെന്നല്ല ഞങ്ങൾക്കും കൂടി കഴിക്കാന്ന്. പക്ഷെ ഞങ്ങൾക്കും കഴിക്കാൻ പറ്റില്ല. ഞാനിപ്പോ നാളെ ഉണ്ടാക്കി കാര്യം നോക്കാം. ഇന്നലെ പറഞ്ഞു നാളെ ഉണ്ടാക്കാം. ഇത് നമ്മളെ കേരള സർക്കാരിന്റെ നമ്മളെ ഭാഗ്യക്കുറിന്റെ പോക്കാ പോണേ. നാളെയാണ് അല്ലേ. ഇന്നലെ പറഞ്ഞു നാളെ. ഈ നാളൊക്കെ ഒരു അവസാനം ഉണ്ടാവും ഈ കാര്യം അല്ലേ. ഇന്ന് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് എന്നുള്ളത്. ഇതൊക്കെയാണ്. മോനെ വന്നിട്ടുണ്ട്. മോനെ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച പോവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ പുതിയതായിട്ട് അവൻ പോയ പള്ളി ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പുതിയൊരു വീഡിയോ അവിടുത്തെ ബന്ധപ്പെട്ടൊക്കെ കിട്ടാം അല്ലേ. നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം. ശനിയാഴ്ച 1 ബജെ 1 മണിയാകുമ്പോൾ 9 ക്ലാസ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ 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 ബൈ.